എന്തൊക്കെയാണ് ഈ ബില്ലിനെതിരെ ഉയരുന്ന വിമർശനങ്ങൾ, അതിൽ എന്തൊക്കെ ചർച്ചയാകുന്നു എന്ന് നമുക്ക് വിശദമായി തന്നെ ഒന്ന് പരിശോധിക്കാം. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തേത് പിഴത്തുകയിൽ ഗണ്യമായ വർധന എന്നുള്ളതാണ്. പിഴത്തുകയിലെ വർധന പ്രധാനപ്പെട്ട ഒരു വിമർശനമായി വരാനുള്ള കാരണം എന്താണ്? മാലിന്യം തള്ളൽ, മീൻപിടുത്തം, സംരക്ഷിത വനങ്ങളിലേക്കുള്ള അനധിക പ്രവേശനം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ ഈ ബില്ലിന്റെ പരിധിയിലേക്ക് വരികയാണ്. പിഴകൾ ഗണ്യമായി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണിത്. അതുകൊണ്ട് അറിയാതെ ഒന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ പിഴയുടെ പരിധിയിലേക്ക് വന്നുപെടും എന്ന് ചുരുക്കം. രണ്ടാമത്തേത് പ്രധാനപ്പെട്ട വിഷയമാണ്. ആദിവാസി സമൂഹത്തിന്റെ ഉപജീവനത്തെ തന്നെ ഇത് ബാധിക്കില്ലേ? ആ ചോദ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ഉപജീവനത്തിനായി വനങ്ങളെ ആശ്രയിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെ ഒരു അനുപാതവും ഇല്ലാത്ത തരത്തിൽ ഇത് ബാധിക്കാൻ പോവുകയാണ്. മൂന്നാമത്തേത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത ജോലിഭാരം വരുന്നു എന്നുള്ളതാണ്. അധികാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ അമിത ജോലിഭാരം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. എല്ലാത്തിനും കേസെടുക്കാൻ ഇറങ്ങി പുറപ്പെടേണ്ട സാഹചര്യത്തിലേക്ക് അവർ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അടുത്തത് ഉദ്യോഗസ്ഥരുടെ അധികാരങ്ങൾ ഇങ്ങനെ കൂടുമ്പോൾ അത് ദുരുപയോഗം ചെയ്യില്ലേ? ദുരുപയോഗം ചെയ്യുന്നവരുമുണ്ട് എന്നുള്ളതാണ്. ദുരുപയോഗത്തിനുള്ള സാധ്യതയുണ്ട്. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനും തെരച്ചിൽ നടത്താനും ഫോറസ്റ്റ് ഓഫീസർമാർക്ക് അധികാരം നൽകുന്നത് അവരുടെ അധികാരം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള അധികാരം ദുരുപയോഗം ചെയ്ത് അവര് കൈക്കൂലി വാങ്ങാനും അധികാര ദുർവിനിയോഗത്തിലൂടെ കൂടുതൽ പേരെ, നിരപരാധികളെയൊക്കെ പ്രതികളാക്കാനും ഒക്കെ അവർക്ക് സാധിക്കുമല്ലോ. അഞ്ചാമത്തേത് ചന്ദന കൃഷിയിൽ നിയന്ത്രണങ്ങൾ ലഘൂകരിക്കും എന്നുള്ളതാണ്. സ്വകാര്യ ഭൂമിയിൽ നിന്ന് ചന്ദനം മുറിക്കുന്നതിനും വിൽക്കുന്നതിനുമുള്ള നിയന്ത്രണങ്ങൾ, ആ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ അത് കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. പക്ഷേ മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ നിയമവിരുദ്ധമായ മരം മുറിക്കൽ വർദ്ധിക്കാനുള്ള സാധ്യതയും ഇതിൽ കാണാം. നിയമനിർമ്മാണത്തിൽ അവ്യക്തതകളുമുണ്ട്. ആ അവ്യക്തതകൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം. സെക്ഷൻ 72 ആണ്. സെക്ഷൻ 72 അനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള നടപടിക്രമങ്ങൾ നിർവചിക്കുന്നത് പോലെയുള്ള നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് സർക്കാരിന് കാര്യമായ അധികാരം ഈ ബില്ല് കൊടുക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇതിൽ നിൽക്കുന്ന ഒരു അവ്യക്തത. അത് നീക്കാതെ എന്തുകൊണ്ട് മുന്നോട്ട് പോകണം? അടുത്തത് ആദിവാസി സമൂഹത്തിന്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടും എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഉപജീവനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഇനി അവകാശ ലംഘനം എങ്ങനെയാണ് സംഭവിക്കുക അതുകൂടി പറയാം. ആദിവാസികളുടെ അതുപോലെ പരമ്പരാഗത വനവാസി സമൂഹങ്ങളുടെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത് 2006 വനാവകാശ നിയമം അനുസരിച്ചാണ്. വനാവകാശ നിയമം കണക്കിലെടുത്ത് ഭേദഗതികളൊക്കെ ഇത് വരുന്നതോടുകൂടി പരാജയപ്പെടും എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന് അധിക സാമ്പത്തിക ബാധ്യതയാണ്. അധിക സാമ്പത്തിക ബാധ്യത ഈ ബില്ല് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മനുഷ്യ വിഭവശേഷി വേണം. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ അധിക സാമ്പത്തിക ബാധ്യതയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ബില്ലിനെതിരായ വിമർശനങ്ങളായി വരുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ ഈ ബില്ല് ശുപാർശ ചെയ്യുന്നുണ്ട്? ചർച്ചയാക്കപ്പെടേണ്ടതാണ് ഈ ബില്ല്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശുപാർശകൾ എന്താണ് എന്നത് കൂടി പറയുന്നത്. ബില്ലിലെ ശുപാർശയിൽ പ്രധാനമായും പറയുന്നത് വ്യക്തതയും മേൽനോട്ടവും ഉറപ്പാക്കുക, ആദിവാസി അവകാശങ്ങൾ സമന്വയിപ്പിക്കുക, സാമ്പത്തിക ആഘാതം നിരീക്ഷിക്കുക, ചന്ദനത്തടിയുടെ സംരക്ഷണം ശക്തമാക്കുക എന്നുള്ളതാണ്. കുറ്റകൃത്യങ്ങൾക്ക് വ്യക്തമായ നിർവചനം, ആ നിർവചനം നൽകുകയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ വർദ്ധിപ്പിച്ച അധികാരങ്ങളുടെ ഉപയോഗത്തിന് മേൽനോട്ടം വഹിക്കുന്നതിന് സ്വതന്ത്ര അവലോകന സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഇതിൽ ഒന്നാമത്തെ ഈ വ്യക്തത, മേൽനോട്ടം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദിവാസി അവകാശങ്ങളുടെ ഒരു സംയോജനം എന്ന് പറഞ്ഞാൽ അംഗീകൃതമായ കമ്മ്യൂണിറ്റി അവകാശങ്ങളുമായുള്ള വൈരുദ്ധ്യങ്ങൾ തടയുന്നതിന് വനാവകാശ നിയമവുമായി ഭേദഗതികൾ വ്യക്തമായി യോജിപ്പിക്കുക എന്നതാണ് ഈ സമന്വയത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ആഘാതം നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ദുർബലരായ ഗ്രൂപ്പുകളിൽ അനാവശ്യമായ ഭാരങ്ങൾ ഒഴിവാക്കുന്നതിന് വർദ്ധിച്ച പിഴ നടപടിക്രമങ്ങളിലെ മാറ്റം, ഇതിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വീണ്ടും കണ്ടിന്യൂസ് അസസ്മെന്റിലേക്ക് പോവുക എന്നുള്ളതാണ് മറ്റൊരു നിർദ്ദേശം. അടുത്തത് ചന്ദനത്തടിയുടെ സംരക്ഷണമാണല്ലോ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുള്ള പഴുതുകൾ അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് തടയുന്നതിലൂടെ ചന്ദന വ്യാപാരം സമഗ്രമായി നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരാം. ഇതൊക്കെയാണ് ഈ 4 ശുപാർശകളിലൂടെ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നത്. പക്ഷേ അതിൽ നേരത്തെ ഉയർന്ന വിമർശനങ്ങൾ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്.